ഹലോ, എല്ലാവരും എന്നാ പണിയാ? സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ ഉച്ചക്കത്തേക്കുള്ള കുറച്ച് പരിപാടികളാണ്. ഇന്ന് ചോറ് രാവിലെ ഇടാൻ വൈകിപ്പോയി. അതുകൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് കുക്കറിലാണ് ചോറ് വെച്ചത്. അപ്പോൾ ഇന്നത്തെ കറികളെന്ന് പറഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്ക തീയലും കായ ഇരിപ്പുണ്ടായിരുന്നു, കായത്തോരനും, അതുപോലെ കുറച്ച് പരിപ്പും കുറച്ച് കുമ്പളങ്ങ കൂടി പെട്ടെന്നൊരു ചാറുകറിയും അച്ചാറും. ഇന്ന് നോൺ വെജ് ഒന്നും ഇല്ലാത്തൊരു ദിവസമാണ്. വെണ്ടയ്ക്ക തീയൽ എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കായ ഒന്ന് തോരൻ വെക്കാൻ വേണ്ടി ഞാൻ അരപ്പൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടെ ഒന്ന് ഒതുക്കിയെടുത്തിട്ട് തോരൻ വെക്കാൻ വേണ്ടി അത് ഞാൻ റെഡിയാക്കി അടുപ്പിലോട്ട് വെച്ചു. എല്ലാം ഒരേ സമയത്ത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പല അടുപ്പുകളിൽ ഞാൻ വെച്ചേക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് രണ്ടും തോരനും ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കും. അതുപോലെ വെണ്ടയ്ക്ക ഞാനൊന്ന് കുറച്ച് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്, അതിൻ്റെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടി. ഇപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ട് അതേ പാനിലേക്ക് ഇട്ടിട്ട് വെണ്ടയ്ക്ക വറുത്ത് അതേ പാനിലേക്ക് ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് ബ്രൗൺ കളറാക്കി എടുത്തു. അതിനുശേഷം കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചെറുള്ളി, അതുപോലെ കറിവേപ്പില ഇത് കൂടി ഇട്ടൊന്നുകൂടെ മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി തണുക്കാനായിട്ട് വെക്കാം. ഈ സമയത്ത് നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ചുകൂടെ ചെറുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുള്ളി ഒന്ന് വഴന്നു വന്ന ശേഷം നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് പുളി പിഴിഞ്ഞ വെള്ളം അതിലേക്ക് ഒഴിച്ച് ഉപ്പ് ഒഴിച്ചത് തിളയ്ക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ലപോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുള്ളി, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, കടുക് പൊട്ടിച്ച് നമുക്ക് ആ കറിയിലേക്ക് ഒഴിക്കാം. അതിനുശേഷം അടച്ച് വെക്കുക. ചോറുണ്ണുമ്പോൾ മാത്രം ഇത് തുറന്ന് ഇളക്കി സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണിന്ന് ഞങ്ങളുടെ ലഞ്ച്.